ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നും ഒരു ഓർഡർ ഉള്ളൊരു ദിവസമാണ്. ശരിക്കും പണിയെടുത്ത് കുഴഞ്ഞു പോയൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കുറച്ച് ലേറ്റായി എണീക്കാൻ, അവധി ദിവസം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ലേറ്റായാലും പണിയുള്ളത് അത് നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ എണീറ്റ് ചായയൊക്കെ വെച്ചപ്പോഴത്തേക്കും ദിനു ക്രിക്കറ്റ് കളിക്കാനായിട്ട് രാവിലെ പോയതാണ് കേട്ടോ. അങ്ങനെ ദിനു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ആയിട്ട് വന്ന് പതുക്കെ റിലാക്സ് ചെയ്തിരുന്ന് അത് കുടിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂപ്പർ ഫാസ്റ്റ് പോലെ നമ്മൾ ജോലികൾ ചെയ്താലേ നമ്മുടെ ജോലികൾ തീരത്തുള്ളൂ കേട്ടോ. അപ്പോൾ പാത്തുവാണെങ്കിലും നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഇരുന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പൊതുവേ തോന്നുന്ന ഒരു കാര്യമാണ്, വീക്ക് ഡേയ്സിൽ വർക്കിംഗ് ഡേ ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് നമ്മൾ തീർക്കും. രാവിലെ നേരത്തെ എണീറ്റ് ജോലികളൊക്കെ എളുപ്പം തീരുന്ന പോലെ തോന്നും. അതേസമയം അവധിയുള്ള ദിവസം വീട്ടിലെല്ലാവരും ഇരിക്കും, നമ്മൾ പതുക്കെ ലേറ്റായിട്ട് എണീറ്റ് നമ്മുടെ ജോലികളൊക്കെ അതുപോലെ തന്നെ പതുക്കെ പോകത്തുള്ളൂ. അപ്പോൾ ജോലികൾ തീർക്കാനായിട്ട് ഏറ്റവും നല്ലത് വീക്ക് ഡേയ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ബീറ്റ്റൂട്ട് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചു, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചോപ്പറിൽ ഇട്ടിട്ടാണ് ഞാൻ ബീറ്റ്റൂട്ട് തോരന് വേണ്ടിയിട്ട് അരിയുന്നത്. അത് കഴിഞ്ഞിട്ട് തോരന് വേണ്ടിയിട്ടുള്ള സവോളയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികൾ തീർത്ത് വെക്കണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വലിയൊരു പരിപാടിയില്ല കേട്ടോ. അപ്പോൾ അതാ സവോളയൊക്കെ വഴറ്റി അതിലേക്ക് ബീറ്റ്റൂട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ബീറ്റ്റൂട്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് പല വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. ഞാൻ എളുപ്പം ഉണ്ടാക്കുന്നൊരു തോരനാണ് കേട്ടോ ബീറ്റ്റൂട്ട് തോരൻ. പിന്നെ ഇതാ ഉണക്കമീൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്ന് ഉണക്കമീനും ബീറ്റ്റൂട്ട് തോരനും മോരുകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ ഉണക്കി അച്ഛനും അമ്മയും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. കുറിച്ചിമീനാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിൽ എൻ്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടയ്ക്ക് പാത്തുവാണെങ്കിൽ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സോഫായിൽ കിടപ്പുണ്ട് കേട്ടോ. പുതപ്പൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തന്നെ റൂമിൽ കിടക്കാനായിട്ട് പേടിയാട്ടോ. അങ്ങനെ അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഉണക്കമീൻ നമുക്ക് വെളിയിൽ നിന്നൊക്കെ വിശ്വസിച്ച് മേടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് വീട്ടിൽ തന്നെ ഉണക്കിയതായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ ഉണക്കമീൻ ആയതുകൊണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചു. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോന്നും എടുക്കുന്ന അപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി പോവാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ പാത്രമായി കഴിയുമ്പോൾ എനിക്ക് തന്നെ മടി വരും കഴുകാനായിട്ട്. അങ്ങനെ ഇതാ ഉണക്കമീനൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ബീറ്റ്റൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ട് തോരനും അതുപോലെ ഉണക്കമീൻ വറുത്തതും റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കൂട്ടത്തിൽ തന്നെ മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമ്പിൾ മോരുകറി. ഇതും പലതവണ ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റെസിപ്പി കാണിക്കാത്തത്. പിന്നെ പാത്തൂസു എഴുന്നേറ്റ് ദിനു ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ഞാനിതാ പെട്ടെന്ന് പാത്തുവിന് ബനാന ഫ്രൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അവളാണെങ്കിൽ പിണങ്ങിയിരിക്കട്ടോ. ഞാൻ കാര്യം എന്താണെന്ന് പറയാം. ബനാന ഫ്രൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്താണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ഇങ്ങനെ നെയ്ക്കകത്ത് മൊരിച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോയാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം നടക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് ഇച്ചിരി നന്നായിട്ട് കഴിക്കാമെന്നും വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം പെട്ടെന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ വീടും നമ്മുടെ റൂമും ഹോളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം ഞാൻ എളുപ്പം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ എനിക്ക് പെട്ടെന്ന് റെഡിയായിട്ട് താഴെ വരെ പോകാനുണ്ട്. താഴെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഓർഡറാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഓർഡർ ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും ആ സമയം കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് 2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചധികം ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയധികം ചിക്കൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ
ഞാൻ ഓടി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, കർണാടക രാജ്യോത്സവൻ്റെ. അപ്പോൾ അങ്ങനെ അത് കാണാനായിട്ടൊന്ന് പോയതാട്ടോ. അപ്പോൾ ഞാൻ അതിന് റെഡി അയക്കുന്നത് കണ്ടിട്ടാണ് പാത്തു വഴക്കുണ്ടാക്കുന്നത്. അവളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് കയറി പോരത്തില്ല. അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കുണ്ടാക്കും, പിന്നെ അവൾ കരയും, പിന്നെ അവളുടെ മൂടൊക്കെ പോകും. അതുകൊണ്ട് അവളെ കൊണ്ടുപോകാതെ ഞാൻ തന്നെ ഓടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. കാരണം തിരിച്ച് പെട്ടെന്ന് വന്നാലല്ലേ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ജോലിയുണ്ട്, അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉള്ളതുകൊണ്ട് തീർക്കണമെങ്കിൽ പെട്ടെന്ന് വരണം. അങ്ങനെ പെട്ടെന്ന് പോയി പ്രോഗ്രാം എല്ലാം കുറച്ച് സമയം കണ്ട് എല്ലാവരെയും ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ പാത്തുവിനോട് ഞാൻ പറഞ്ഞത് താഴെ വരെ പോയിട്ട് എളുപ്പം വരാമെന്നാട്ടെ, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ അവൾക്ക് സങ്കടമാകും. അവളെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ കരയും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെയും കൊണ്ടേ പോകുമായിരുന്നു. പക്ഷേ അവൾ തിരിച്ച് കയറി വരാതെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പോയിട്ട് പ്രോഗ്രാം തീരുന്നതിന് മുന്നേ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും അതിനു ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പൊട്ടറ്റോ ഒക്കെ ഇതിനു ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ എനിക്ക് ഈസി ആയിരുന്നു, കാരണം പിന്നെ അതെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പൊട്ടറ്റോ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പം ബൾക്കായിട്ട് ചെയ്യുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്ര വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നൊന്ന് പറയാമോ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് 2 കിലോ ചിക്കൻ കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തിട്ട് തന്നെ കുക്കറിലിട്ട് വേവിച്ച് എടുക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം മാറ്റി വെച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ കട്ട്ലേറ്റിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അന്ന് നമുക്ക് പപ്പടം ഉണ്ടായിരുന്നു, ബീറ്റ്റൂട്ട് തോരൻ, മോര് കറി, ഉണക്കമീൻ വറുത്തത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സലാഡും കൂടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ദിനു ഇത് കണ്ടു കഴിഞ്ഞപ്പം, ഉണക്കമീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാനിത് പഴയ കഞ്ഞി പോലെ കുടിച്ചോളാമെന്നും പറഞ്ഞ് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഇട്ട് അത് പഴയ കഞ്ഞിയായിട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അതും ചോറുണ്ണാണ്. അങ്ങനെ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ഇതാ കട്ട്ലേറ്റിൻ്റെ പരിപാടികളിലേക്ക് പോവാണ്. 2.5 കിലോയോളം സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മിക്സിയിൽ വിപ്പ് ചെയ്ത് ഒത്തിരി അരഞ്ഞു പോകരുത് കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ വിപ്പ് ചെയ്ത് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 8-10 പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ചില പച്ചമുളക് നല്ല എരിവായിരിക്കും, അപ്പോൾ അത് കുറയ്ക്കണം. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ, എരിവ് കുറവുള്ള മുളകാണെങ്കിൽ ഇത് കൂട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള എല്ലാം നല്ലോണം വഴണ്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറുന്നിടം വരെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ കുക്കറിൽ പൊട്ടറ്റോ എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നൊരു 4-5 വിസിലടുപ്പിക്കണം. പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കണം. നമ്മൾ കടിക്കാൻ കിട്ടാത്ത രീതിക്ക് നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരു 2.5-2.25 കിലോയോളം പൊട്ടറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും പൊട്ടറ്റോ എടുക്കുമ്പോൾ നല്ലപോലെ കുക്കാവുന്ന പൊട്ടറ്റോ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പൊട്ടറ്റോ എല്ലാം ഒന്ന് കുറച്ചായിട്ട് എടുത്ത് നമ്മളൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഉടച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഞെരടി അതൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂൺ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റായിട്ട് ചേർക്കുന്ന കേട്ടോ നല്ലത്. അതുകൊണ്ട് തന്നെ അത് പേസ്റ്റായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ടേസ്റ്റ്, പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം മസാലയ്ക്ക് ടേസ്റ്റ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തണം കേട്ടോ മസാലയുടെ അളവിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ മിസ്സായി പോയതാണ്. 1.5 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്തായിരുന്നു കേട്ടോ. അങ്ങനെ ആ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചായിട്ട് നമ്മൾ ചിക്കൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ
അത് ചിക്കൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പൊട്ടറ്റോ എല്ലാം ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ കൈകൊണ്ടൊന്ന് നോക്കണം കേട്ടോ, ഇനി എന്തെങ്കിലും ഉടയാതെ ഉണ്ടോ എന്ന്. അങ്ങനെ അതും കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ദിനു വന്നു കേട്ടോ. ദിനു വന്നിട്ട് മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എന്നെക്കൊണ്ട് തന്നെ ആവില്ല ഇത്ര അധികം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ഞാൻ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് ദിനു എല്ലാം നന്നായിട്ട് എനിക്ക് മിക്സ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുക, ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളകാണെങ്കിലോ അല്ലെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റോ ഒക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഴയ്ക്കുന്ന സമയത്തും കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പാകത്തിനാകും. ഇനിയിപ്പോൾ സമയം കളയാതെ ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റി കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഇതാ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇതാ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കമഴ്ത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 150 കട്ട്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ 1 മണിക്ക് തുടങ്ങിയിട്ട് 4:15 ആ ഒരു ടൈം വരെ ഞാനിത് ഉരുട്ടി എൻ്റെ കഴുത്തും വേദനിച്ച് കയ്യും വേദനിച്ച് എനിക്കറിയാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഇത്ര എണ്ണം നമ്മൾ ആ ഒരു സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേക്കും അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിന്ന് ഉരുട്ടുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു സ്റ്റൂളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിൽ ഇരുന്നാണ് ഉരുട്ടുന്നത്. കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കും, കുറച്ച് നേരം ഇരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദിനുവാണെങ്കിൽ ആ സമയത്ത് മുട്ടയുടെ വെള്ള ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അതൊന്ന് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട്ലേറ്റൊക്കെ ഷേപ്പാക്കി വെക്കുമ്പോഴത്തേക്കും തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് മുട്ടയുടെ വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ ദിനു വന്നു. കാരണം അത്രയും സമയം എടുത്തു അതൊന്ന് ഉരുട്ടി തീരാനായിട്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതെല്ലാം പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നല്ല രീതിയിൽ നമ്മളത് ഉരുട്ടിയെടുക്കണം. അങ്ങനെ കട്ട്ലേറ്റ് എല്ലാം 152 കട്ട്ലേറ്റ് മൊത്തം ഉണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് മുക്കിയതിന് ശേഷം ഇപ്പുറത്ത് ബ്രെഡ് ക്രംസിൽ മുക്കുവാണ്. ബ്രെഡ് ക്രംസ് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മറ്റേ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാകും. എന്തായാലും നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ബ്രെഡ് ക്രംസിലെല്ലാം മുക്കി കുറച്ചധികം വെച്ചിട്ട് ബാക്കി ഞാൻ ദിനുവിനെ ഏൽപ്പിച്ച് ദിനു ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് വന്നിരുന്ന് എനിക്കതെല്ലാം ഒന്ന് റെഡിയാക്കി തന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ വെച്ച് ചൂടായി വന്നപ്പം അതിലേക്ക് ഇതാ ഒന്നുകൂടെ ഞാൻ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കും തോറും ഇത് ഡാർക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നതും അതുപോലെ തന്നെ ഡിപ്പ് ചെയ്യുന്നതുമാണ് ഇതിൻ്റെ ടൈം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വറുക്കുന്ന കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അതിനുശേഷം ഫ്രൈ ചെയ്യുന്നത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിന് മേളിൽ കുറച്ച് ടിഷ്യൂയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി വയ്ക്കുകയാണ്. അപ്പോൾ ദിനുവിന് പെട്ടെന്ന് പാക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദിനു അതെല്ലാം റെഡിയാക്കി തന്നതിന് ശേഷം ഇതാ ഫ്രൈ ചെയ്ത് വെക്കുന്ന കട്ട്ലേറ്റ് ഓരോന്ന് പാക്ക് ചെയ്ത് അങ്ങ് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവിടെ നിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത് തീരണമല്ലോ. 150 എണ്ണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളിതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാനിങ് വേണം. ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനു അങ്ങനെ എല്ലാം കൊണ്ട് കൊടുത്ത് ലാസ്റ്റത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ തളർന്നു പോയൊരു ദിവസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ദിനു ക്രിക്കറ്റ് കളിക്കാനും കൂടെ പോയതുകൊണ്ട് കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അതുകൂടാതെ ഡെലിവറി ആണെങ്കിലും ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ടയേർഡായി. അപ്പോൾ ദിനു എന്നോട് പറഞ്ഞായിരുന്നു പാത്രമൊക്കെ ഞാൻ കഴുകി തരാമെന്ന്. പക്ഷേ ഞാൻ ദിനു എല്ലാം കൊണ്ട് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം പാത്രം എല്ലാം കഴുകി മാറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ കിച്ചണൊക്കെ നല്ലോണം വൃത്തികേടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനമായി. ഇനിയിപ്പോൾ പോയി കുളിച്ച് വല്ല ഫുഡും കഴിച്ചിട്ട് കിടക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്